ஹலோ ஹலோ ஹவுஸ் நம்பர் 24 தானே? அது யாரா? குப்பை இருக்கிற முருகன் பேசுறேன். சொல்லுங்கண்ணா. அது வந்து நம்ம டெபாசிட் கூட சேர்ந்து தான் பத்து வந்தாங்க இந்த வாங்கும். அப்ப மொத்தம் 500 രൂപ தான் കൊടുക്കണം. 500 രൂപയോ? അതുകൊള്ളല്ലോ. 500 ഒന്നും പറ്റില്ല. അതെങ്ങനെ ശരിയാവാനാ? ഡെപ്പോസിറ്റ് നീங்க കൊടുത്താൽ மட்டும்தான் ഞങ്ങൾക്ക് വേസ്റ്റ് എടുക്കാൻ முடியும். ആഹാ, അങ്ങനെയാണെങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ വേസ്റ്റ് എടുക്കണ്ട. അല്ല പിന്നെ ഇതിന്റെ ഓണറിനോട് ഞാൻ പറഞ്ഞു സംസാരിച്ചു. அப்படி நீங்க சொல்ல. എന്തോന്നടേ ഇത്? വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയോ? ഇത്ര പെട്ടെന്ന് എത്തിയാ? ആരോടായിരുന്നു ഫോണില്? അതാ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളാ. ആയിരം മാസത്തെ ഡെപ്പോസിറ്റൂടെ ചേർത്ത് വേസ്റ്റ് എടുക്കുന്നതിൽ 500 രൂപ കൂടെ കൊടുക്കണമെന്ന്. 500 രൂപയാ? ഒന്നും പറയണ്ട. അല്ലേ തന്നെ രണ്ടുപേരുടെ 1.5 മാസത്തെ ശമ്പളം എല്ലാം കൂടെ ചേർത്താ ഇങ്ങോട്ട് മാറിയ പുതിയ കുറെ സാധനങ്ങളും വാങ്ങി. അതും പറയാനിട്ട് അയാളുടെ വായിക്കത്തോടെ കുത്തിക്കയറ്റ എന്റെ ഇല്ല. നീ ഓണറിനെ വിളിച്ച് കാര്യം പറ. എന്തായാലും പുള്ളിക്കാരനല്ലേ ഡെപ്പോസിറ്റ് കൊടുക്കണ്ടേ? അങ്ങനെ വീടല്ലേ? എന്തായാലും അയാൾ വൈകിട്ട് വരും. ഈ പൈസക്ക് എന്തായാലും സിറ്റിയിൽ ഇനി വേറെ ഒരിടത്തും വീട് കിട്ടാൻ പോണില്ല. അല്ല, അടുക്കള ഇതൊരു സെറ്റ് ആക്കിയില്ലേ? ഇതെന്ത് പറ്റി കാലില്? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്നും പറയണ്ട പെങ്ങളെ, ഈ തടിച്ചൊന്ന് കളിയാക്കാൻ നോക്കിയതാ. എന്നിട്ടെന്താ? കളിയാക്കി അളിയൻ സ്റ്റെപ്പ് ഉള്ളത് കണ്ടില്ലായിരുന്നു. ഇവളൊറ്റൊരുത്ത് കാരണമാണ്. മതി മതി മതി. ഇപ്പൊ നീ ഇത് പിടിച്ചേ. വെറുതെ അവളുടെ വായിരിക്കണ കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മാറങ്ങോട്ട്. നീ വേണം അങ്ങോട്ട് മാറിയിരിക്കേ. വന്ന് കേറി രണ്ടും തുടങ്ങി. ഇങ്ങോട്ട് നീങ്ങിരടേ. അത് തന്നെ. ഇതെങ്ങനെ സെറ്റായോ? ഹാ, പെട്ടുപോയി. എന്റെ പൊന്നളിയാ, നിനക്കറിയാലോ എന്തൊരു സൂപ്പർ വെമ്പിളർ എന്റെ പുറകെ നടന്നാന്ന്. പിന്നെ വീട്ടുകാർ നോക്കിയപ്പോ വലിയ ഇറക്കിയിടില്ല, അതുകൊണ്ട് വിളയം കിട്ടി. നീ ഒരു കില്ലാടി എന്നെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറി കളിക്കാം. ഉത്തമമായ തീരുമാനം. അപ്പോഴേ ഞങ്ങളൊരു ടീം. കുറെ നാളായി കളിച്ചിട്ട്. ഓക്കെ, തുടങ്ങാം. ഇവിടെ എവിടെയോ ഒരു കുപ്പി ഉണ്ടായിരുന്നേ. എന്താണ് തപ്പുന്നത്? അല്ല, കറക്കാൻ ഒരു കുപ്പി. എന്റെ പൊന്നളിയാ, ഫോൺ എടുത്ത് കറക്ക്. ഓക്കെ. പിന്നെ മൊബൈൽ കറക്കിയിട്ട് ക്യാമറ ആരെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ ടീമായിരിക്കും മറ്റേ ടീമിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി ശരി. ഓക്കെ, തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ. ആദി, ട്രൂത്ത് ഓർ ഡെയർ? അളിയാ, ട്രൂത്തൂറ. ഇല്ലെങ്കിൽ അപ്പുറത്ത് ഉള്ള കിളവനെ പോയി അടിച്ചിട്ട് വരാൻ പറയുള്ളൂ. ട്രൂത്ത്. ട്രൂത്ത്. കൃഷ്ണനെ വർണ്ണിച്ചൊരു പാട്ട് പാടാം. അയ്യേ, അത്രേ ഉള്ള സിമ്പിൾ. ഇതാ പിടിച്ചോ. കറുകറ കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂക്കൻ തേനാണ്, ഓ പാട്ടുപാടും പെണ്ണാണ്. കൃഷ്ണ, ഡാ എന്തു പറ്റിയടാ? കൃഷ്ണ, ദാറ്റ് വാസ് എ ജോക്ക്. എത്ര നിസ്സാരായിട്ടാ പറഞ്ഞത് ദാറ്റ് വാസ് എ ജോക്ക് എന്ന്. ജനിച്ച അന്ന് തൊട്ട് അവനൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആരും ഒന്നും ഉദ്ദേശിച്ചല്ല. എന്നും ഈ ഒറ്റ നിറത്തിലായതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കൊച്ചിലോട്ട് കേൾക്കാൻ തുടങ്ങിയതാ. ഞാൻ കറുപ്പാ, എന്റെ നിറം കുറവാ. ഞാൻ കറുപ്പാ, ഞാൻ കറുത്തിട്ടാ, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലെന്തെങ്കിലും വിശേഷം ഉണ്ടായി ബന്ധുക്കൾ വന്നാ എന്നെ അനിയത്തി നോക്കി ഞാൻ എന്താ കറുത്തിട്ടെന്ന് ചോദിക്കാൻ അവർക്കെല്ലാം മത്സരാണ്. എന്നിട്ട് അത് തേക്ക് ഇത് തേക്ക്, കറുത്തിരുന്ന് ആര് നോക്കും? എങ്ങാനും എന്റെ അനിയത്തി ഒന്ന് പുറത്തു പോയി വെയിലുകൊണ്ട് കരിവാളിച്ച് എന്റെ അമ്മ പോലും പറയുമായിരുന്നു വെയിലുകൊണ്ട് ചേച്ചിയെ പോലെ ആവല്ലെന്ന്. സന്തോഷത്തിന് ഒരു ഉടുപ്പെടുക്കാന്ന് വെച്ചാ ഈ നിറം കറുത്ത നിനക്കിത് ചേരുമെന്നായിരിക്കും ഓരോരുത്തരുടെ ചോദ്യം. അവസാനം നിന്നെ കെട്ടിയപ്പോഴാനും വെറുതെ വിട്ടില്ല. ഫാമിലി ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു ചിരിക്കാൻ ഒരു കോമഡിയായിരുന്നു നമ്മുടെ ഫോട്ടോ. പണ്ടേ ആൾക്കാരുടെ കളിയാക്കൽ കേട്ട് നശിച്ചതാണ് എന്റെ കോൺഫിഡൻസ്. പക്ഷെ നീ അങ്ങനെ ആയിരിക്കും കരുതിയില്ല ആദി. കൃഷ്ണ, ഐ എം സോറി. സോറിയാ? എടാ അണച്ച തന്നോടല്ലേ പറഞ്ഞ ഓണറോട് സംസാരിക്കാൻ. 500 രൂപയൊന്നും തരാൻ പറ്റില്ല. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വേസ്റ്റ് എടുത്താൽ മതി. അയ്യോ ചേച്ചി, ഞാൻ ഓണർ മോനാണ്. അപ്പോൾ അച്ഛന് സുഖമില്ല, കാല് വയ്യാതെ കിടക്കുന്നു. അപ്പോൾ എഗ്രിമെൻറ്റ് കോപ്പി ചേച്ചിക്ക് തരാൻ പറഞ്ഞിരുന്നു. അതാ ഇത് ചേച്ചി വെച്ചോ. ചേട്ടാ, ഞാനത് അറിഞ്ഞില്ല. സോറി. അത് കുഴപ്പമില്ല.